രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പലതരത്തിലുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നു അല്ലേ? ക്രിമിനൽ ഇസത്തിന് ജാതിയും മതവും ഇല്ലാത്തൊരു കാലം. എന്തെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. മനുഷ്യരുടെ ഹൃദയം സങ്കീർണമായി മാറുന്നു. മനുഷ്യപ്പറ്റ് ഇല്ലാത്ത രീതിയിൽ പാമ്പുകളെക്കാൾ വിഷമുള്ള മനുഷ്യരായി സമൂഹം രൂപാന്തരപ്പെട്ട് വരുന്നത് വല്ലാത്ത ആധിയാണ് നമ്മളെ പിടിപ്പിക്കുന്നത്. വിചിത്രമായ സയൻറ്റിഫിക്കായിട്ടുള്ള കൊലപാതകങ്ങൾ ശ്രേണിയായിട്ട് കേരളം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മളുടെ മനസ്സ് വളരെ നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ മനുഷ്യൻ വിദ്യാഭ്യാസവും ധ്യാനവും പരിശുദ്ധാത്മാവിനൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ കൂടുതൽ മെച്ചമാകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ സങ്കടപ്പെടുന്ന പല വിഷയങ്ങളും. അങ്ങനെയുള്ള തിന്മയുടെ ശക്തി നിർവീര്യമാകാൻ വേണ്ടി മനുഷ്യ ഹൃദയത്തിൽ നിന്നും മലയാളി ഹൃദയത്തിൽ നിന്നും തിന്മയുടെ ശക്തികളെ നിർവീര്യമാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ രക്തത്താൽ കർത്താവേ കുടില ഹൃദയമുള്ളവർക്ക് മനസ്സാന്തരം നൽകണമേ. കർത്താവേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട ഞങ്ങൾക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാം ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തം, രക്തം, യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം, 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 യേശുവിൻ രക്തം മോചനമേകും. യേശുവിൻ രക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളൊരു ഉടമ്പടി ചെയ്തു പോയവര് ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയണ അച്ഛാ എന്നാ ഒരു ദൈവാനുഗ്രഹമാണ് ഉടമ്പടി ചെയ്യാൻ പറ്റിയതെന്നാണ് പറയണത്. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട്. അതെന്നാ കാര്യമെന്ന് അറിയാമോ അങ്ങനെ പറയണത്? ഇപ്പോൾ പള്ളിയും പട്ടക്കാരനൊന്നും ഇല്ലാത്തൊരു കാലമല്ലേ, ശരിക്കും പള്ളി പോകാൻ പറ്റണില്ലല്ലോ. ഓൺലൈനിൽ കുറേ ആൾക്കാർ പരിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. എൻ്റെ മക്കളെ, എല്ലാവരും ഓൺലൈനിൽ പരിശുദ്ധ കുർബാന കൂടണം. ഇപ്പം അതേ നമുക്ക് മാർഗമുള്ളല്ലോ. ഇപ്പം മന്ന നമുക്ക് ഭക്ഷണം കിട്ടാഞ്ഞ കാലത്ത് മന്ന അപ്പം അല്ലേ, മന്ന അപ്പമാണ് പിതാക്കന്മാർ കഴിച്ചത്. വലിയ രുചിയൊന്നുമില്ല, പക്ഷേ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ദൈവ സംവിധാനമാണ് ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ, പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൺലൈനിൽ കുർബാന കൂടുമ്പോൾ നിങ്ങൾ മൊബൈൽ ഇങ്ങനെ കോട്ടുമായിട്ടുണ്ട് നെക്കി കളിക്കണ പോലെ അല്ല. അത് നിങ്ങൾ ടി വിയായിട്ട് കണക്ട് ചെയ്യാൻ പഠിക്കണം. പിന്നെ തലേ ദിവസം തന്നെ എഴുന്നേറ്റ് തലേ ദിവസം തന്നെ കരുതിക്കൂട്ടി കുളിച്ച് റെഡിയായി പള്ളിയിലോട്ട് പോണ പോലെ തന്നെ നമ്മൾ നാളെ മനസ്സൊരുക്കമുള്ളവരായിരിക്കണം. പിന്നെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അല്ലേ മിടുക്കന്മാരായി ദേവാലയത്തിൽ പോകണം. അങ്ങനെയല്ലേ, നമ്മൾ വളരെ മിടുക്കന്മാരായി കുളിച്ചൊരുങ്ങി ആ രാവിലെ 7 മണിക്കുള്ള ഓൺലൈൻ കുർബാന വളരെ ഭക്തിയോടെയാണ് നിങ്ങൾ കൂടേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കച്ചടവോട് എഴുന്നേറ്റ് വായിക്കൊട്ടുവായിട്ടുണ്ട് നെക്കിക്കളിച്ച് അത് കുർബാനയെ ആക്ഷേപിക്കണതാണ്. അപ്പം നിങ്ങൾ കർത്താവിനെ അറിയണം. നിങ്ങൾ മനസ്സൊരുക്കമുണ്ട്, ശരീര ഒരുക്കമുണ്ട്, വൃത്തിയോടും ഭംഗിയോടും കൂടിയാണ് കർത്താവിൻ്റെ കുർബാന കൂടേണ്ടത്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിൽ നമുക്ക് പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവേ
ആകാശത്ത് നിന്ന് മന്നയപ്പം കഴിച്ചതുപോലെ ഈ അടിയന്തരമായ ആത്മീയ അവസ്ഥയില് വിശുദ്ധ കുർബാന ഓൺലൈനിലൂടെ കൂടുതൽ ആൾക്കാർ പങ്കെടുത്ത് അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് ആത്മാഭിഷേകം ലഭിക്കാൻ, അടയാളം ലഭിക്കാൻ ഇടയാക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. സന്തോഷത്തോടെ പാടുക. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. നീ വരുമോ? നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ സ്നേഹകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചിലർ പറഞ്ഞു, അച്ഛാ എന്നാ ഒരു ഭാഗ്യമാണ് ഉടമ്പടി എടുത്ത കാരണം രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ വിശുദ്ധിയോടെ ചെല്ലേണ്ടേ, അതുകൊണ്ട് വരപ്രസാദ അവസ്ഥ നിലനിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ ആധ്യാത്മികമായ അടിയന്തരാവസ്ഥയിൽ കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചതാണെന്ന് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാര്യം ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരല്ലാതെ ഇപ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇപ്പോൾ 90 ദിവസം മാത്രമേ ഉടമ്പടിയുടെ ആ ടൈമുള്ളൂ. പക്ഷേ എൻ്റെ മക്കളത് കർത്താവ് നിങ്ങളെ ദൈവാനുഗ്രഹത്തിലും പരപ്രസാദത്തിൽ നിലനിർത്താൻ പറ്റുകയും അമ്മയുടെ മധ്യസ്ഥം നിങ്ങൾ നിലനിർത്തുകയും നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളുമായി ദൈവം കരുണ കാണിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ നിർവഹിച്ചെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് കളയരുത് മക്കളെ. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ തിരി ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകത്തില്ല. പക്ഷേ എൻ്റെ മക്കൾ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് പോകണം. നമുക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെല്ലാം അവരെന്തിനു വേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ആ മേഖലയിലെല്ലാം ഞാൻ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് അവരോട് കർത്താവ് അപ്പോസ്തലന്മാരുടെ മേൽ ഊതി അവർ പാപം ക്ഷമിച്ചു, അവരെ ന്യായസ്ഥാനപ്പെടുത്തി, ഒപ്പുഷമ കൊടുത്തു. അതിനുശേഷം അവർ പണിക്ക് പോയി. പക്ഷേ ആ ഒരു അധ്വാനത്തിൽ രാത്രി മുഴുവൻ അധ്വാനത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും കർത്താവ് ഗ്യാരണ്ടിയാണ് ജീവിതമാർഗത്തിന്. കർത്താവ് പ്രഭാതത്തിൽ വരും. അവർ ഇല്ലാത്ത ഇല്ലാത്ത കടലിൽ നിന്ന് മീൻ പിടിപ്പിക്കും കർത്താവ്, നിങ്ങൾ നിലനിർത്തി തരും. അതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ഉടമ്പടിയിൽ വിശ്വസ്തതയാണ് പ്രധാനപ്പെട്ട കാര്യം. അമ്മയോട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആ വിഷയം ചെയ്തത് അമ്മയോട് പറഞ്ഞ കർത്താവേ, അമ്മയെ എന്നെ സാക്ഷിയാക്കി മാറ്റണമേ, എന്നെ ഈശോയുടെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. അമ്മേ എന്നെ ഈശോയുടെ സാക്ഷിയാക്കി മാറ്റണമേ. ഉടമ്പടി ചെയ്ത ഞാനുൾപ്പെടെയുള്ള എല്ലാ മക്കളുടെ മേലും അടയാളങ്ങൾ നൽകണമേ. സാക്ഷ്യം പറയാൻ അവർക്ക് അടയാളം നൽകണമേ, അനുഭവം നൽകണമേ, അതിശയം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്, മക്കൾ ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം ഉദരത്തിൽ തൊട്ട് ഈ സമയം സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എത്ര പേരാണ് 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവരല്ലേ അമ്മ മക്കളെ കൊടുത്ത്, 2 മക്കളെയൊക്കെ ഒരുമിച്ച് 3 മക്കളെ ഒരുമിച്ചും കൊടുത്ത് വലിയ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതാണ്. ജോലി ഇല്ലാത്തവർ പ്രാർത്ഥിക്കുക, ജോലി നഷ്ടപ്പെട്ടവർ പ്രാർത്ഥിക്കുക. അച്ഛാ ഒരു ഹാഫ് ഡേ ജോലിയെങ്കിലും കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാതെ വരും എന്ന് വേദനിച്ച് കൃപാസന അക്കൗണ്ടിലേക്ക് ഫോൺ ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ഓർക്കുകയാണ്. വിവാഹിതരല്ലാത്തവർ, വിവാഹം കഴിക്കാനും വേണ്ടി ഒത്തിരിയേറെ സമയം കഴിഞ്ഞവരുണ്ട്. ജീവിത പങ്കാളി കിട്ടാത്തവരെ അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ പ്രാർത്ഥിക്കുന്നു. കാരണം വഴിയില്ലാത്ത, വീടില്ലാത്തവർ, വാടക താമസിക്കുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിൽ താമസിക്കുന്നവർ, വീടിൻ്റെ ഉടമസ്ഥർ എത്രയും വേഗം ഇറങ്ങാൻ വേണ്ടി സമ്മർദ്ദം ചെയ്യുന്നവർ, ഇങ്ങനെ വല്ലാത്ത വേദനയിൽ കഴിയുന്നവരുണ്ട്. മാരകരോഗികളെ ആശുപത്രിയിൽ കഴിയുന്നവർ, സാമ്പത്തിക കടങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, കുടുംബത്തിൽ കലഹവും ഭിന്നതയും വഴക്കും ഒക്കെ നിലനിൽക്കുന്നവർ, എന്തിനു ജീവിക്കണം എന്നറിയാതെ നിരാശപ്പെടുന്നവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു.
കർത്താവെ, അവരെല്ലാം നീ ഓർക്കണമേ കർത്താവെ. ഈശോ, ഒരു കുഞ്ഞിനെപ്പോലും അങ്ങ് കൈവിടരുത് കർത്താവെ. ഒരു കുഞ്ഞിനെപ്പോലും മനുഷ്യൻ പ്രസാദത്തിലേക്ക് ജീവിക്കാനുള്ള മനസാന്തരം നൽകണമേ കർത്താവെ. ഈശോ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം ഞങ്ങൾ ഈ നിമിഷം മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. പുതിയ പെന്തക്കോസ്ത കർത്താവെ, അഭിഷേക കാലങ്ങളിൽ കർത്താവെ, അങ്ങേക്ക് ധാരാളമായി അങ്ങയുടെ മക്കൾക്ക് പരിശുദ്ധാത്മ കിട്ടാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ആരെല്ലാം ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മറക്കട മുഷ്ടിയും വേദനയും പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരെ, കർത്താവെ, ജീവിതം മടുത്തുവെന്ന് തോന്നുന്നവരെ, കർത്താവെ, ഉറക്കമില്ലാത്തൊരു പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, അസ്ഥി രോഗികൾ, നീര് രോഗികൾ, വാതരോഗികൾ, പാൻക്രിയാസിന് വേദനയുള്ള ആന്തരിക അവയവങ്ങളിൽ കേടുള്ളവർ, ഈശോ, അവരെല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരുകട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, a fair finger, soak with the precious blood, and command you in the name of Jesus Christ be healed. യേശുവേ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ജീവിത നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ, ആവേ, ആവേ മരിയ, ആവേ, ആവേ, ആവേ മരിയ. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് ഒരു സാക്ഷ്യം പറയുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കൃപാസന മാതാവിനും തിരുക്കുമാനും ആദ്യമേ തന്നെ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ടിനു, ഇതെൻ്റെ ഹസ്ബൻഡ് ജിത്തു, ഇത് ഞങ്ങളുടെ 2 കുട്ടികൾ. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുത്തത് ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് 7, 2024. അതിനുശേഷം ഹസ്ബൻഡ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു സെപ്റ്റംബർ 18, 2024. ഞങ്ങൾ മെയിൻലി ഉടമ്പടി എടുക്കാനുള്ള കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ ജനനമാണ്. ഇവൾ ശരിക്കും ഞങ്ങൾക്കൊരു മിറാക്കിൾ ബേബിയാണ്. ഇവളുടെ പേര് എമീറ എന്നാണ്. ഞാൻ ഹസ്ബൻഡും ബഹ്റൈനിൽ ജോലി ചെയ്യുകയായിരുന്നു. 2024 ജൂലൈയിൽ ഞാനവിടെ നേഴ്സും ഹസ്ബൻഡ് അവിടെ IT-യിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബഹ്റൈനിൽ നിന്ന് ജോലിയെല്ലാം നിർത്തി നാട്ടിലോട്ട് പോരാൻ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് ഈ സംഭവം നടക്കുന്നത്. 2024 ജൂലൈ 28-ാം തീയതി എൻ്റെ ബഹ്റൈനിലെ ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്യുന്ന നേഴ്സായിട്ട്. അവിടുത്തെ എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു. അതിനുശേഷം കുറച്ച് പേപ്പർ വർക്ക്സിനായിട്ട് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം ഞാൻ 26 വീക്സ് പ്രഗ്നൻ്റ് ആണ്. ആ സമയത്താണ് എനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന വന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പം അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. അങ്ങനെ 1, 2 അല്ല 3 ദിവസം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ
ഡെലിവറിയുടേതായ ഒരു സിംറ്റംസും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തിരിച്ചു വിട്ടു. പക്ഷേ അത് ശരിക്കും അത് കൺട്രാക്ഷൻ പെയിൻ ആയിരുന്നു. എനിക്ക് പെയിൻ കൂടി വന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ ഒരു മോർണിംഗ് 2 o'clock ആയപ്പോൾ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആയിക്കോ, പക്ഷേ ഡെലിവറി ആവാനുള്ള സാധ്യതയൊന്നുമില്ല, എനിവേ ഒബ്സർവേഷന് കിടക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റായി. ഓൾറെഡി ഹസ്ബൻഡിൻ്റെ വിസ തീർന്നു. ഹസ്ബൻഡ് വിസ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം വിസിറ്റിംഗ് വിസയിൽ എന്നെ കൊണ്ടാകാൻ വേണ്ടി ബഹ്റിനിലോട്ട് തിരിച്ചു കയറി വന്നു. ഞാനും എൻ്റെ വിസ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പം ആ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മോർണിംഗ് ഒരു 2 o'clock ഞാൻ അഡ്മിറ്റായി. അങ്ങനെ വാർഡിലാണ് അഡ്മിറ്റ് ആകുന്നത്. 5 o'clock ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് പെയിൻ സഹിക്കാതെ അങ്ങനെ വാർഡ് ബെഡിൽ തന്നെ ഞാൻ ഡെലിവറി ആവുകയായിരുന്നു. ശരിക്കും ഡെലിവറി ആയിക്കഴിഞ്ഞ ശേഷം പെട്ടെന്ന് എമർജൻസി ടീമെല്ലാം ഓടി വന്നു, കുഞ്ഞിനെ NICUലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവൾ 26 weeks, അതായത് 6.5 months ആയതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും കുഞ്ഞിനെ NICU കൊണ്ടുപോയി, ഞാൻ ഡെലിവറി ചെയ്യും. പക്ഷേ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞ് എക്സ്ട്രീം പ്രീ ടൈം ആയതുകൊണ്ട് കുറേ കോംപ്ലിക്കേഷൻസ് അവൾ ഫേസ് ചെയ്യേണ്ടി വന്നു. ശരിക്കും ഈ ഡെലിവറി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പേരൻസ് ആരും കൂടിയില്ല. എൻ്റെ വിസ തീർന്നു, ഹസ്ബൻഡിൻ്റെ വിസ തീർന്നു, ഞങ്ങളുടെ ജോലി പോയി. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങൾ കൊടുത്തു. അതായത് ഞങ്ങൾ അവിടുന്ന് പോരുന്നതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ 3 പെട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഇടാൻ ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ 3 പെട്ടികളും ഞങ്ങളും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങൾ വിസ ക്യാൻസൽ ചെയ്ത് പാസ്പോർട്ട് കിട്ടി വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്ന ഞങ്ങളാണ്. പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാം മാറി മറിഞ്ഞു. പക്ഷേ കുഞ്ഞുണ്ടായ സമയത്ത് NICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ മുന്നിൽ കൊച്ചൊരു സൈഡിൽ പ്ലസ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ സൈഡിൽ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ NICUയിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങളുടെ സങ്കടവും വിഷമവും കണ്ട ഒരു NICUയിൽ ഒരു സ്റ്റാഫ് ഓടിക്കൊണ്ട് ഒരു കൃപാസന പത്രം ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കൊച്ചിനൊന്നും സംഭവിക്കുകയല്ല, കൊച്ചിന് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, നിങ്ങൾ കൃപാസന അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ശരിക്കും ഞങ്ങളുടെ കൃപാസന അമ്മയുമായിട്ടുള്ള ഞങ്ങളുടെ ചാപ്റ്റർ 1 അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ അവിടുന്ന് ഈ കുഞ്ഞ് 4.5 മാസം NICU തന്നെ കിടന്നു. പക്ഷേ എനിക്ക് ആൻറ്റിനേറ്റലായിട്ട് ഇഞ്ചക്ഷൻസോ അങ്ങനെ ഒന്നും ശരിക്കും എൻ്റെ ഒരു പ്രഗ്നൻസി ഒട്ടും ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലായിരുന്നു. സഡൻലി ഇത് സംഭവിച്ചതാണ്. അങ്ങനെ അതുകൊണ്ട് 4.5 മാസത്തോളം കുഞ്ഞ് NICUയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവളാണ് എനിക്ക് കൃപാസനത്തിൽ എത്താനൊരു പ്രചോദനമായി മാറിയത്. ഞാൻ വയറുവേദനയായിട്ടിരിക്കുമ്പോൾ അവൾ കൊണ്ട് കൃപാസനത്തിൻ്റെ തൈലവും എണ്ണ എൻ്റെ വയറ്റിൽ തേക്കുകയും എനിക്ക് തേൻ തരുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അവൾ എന്നിട്ട് ശരിക്കും കൃപാസനത്തിൻ്റെ തേൻ കുടിച്ച് കഴിയുമ്പോൾ ഇവൾ അനങ്ങും. അപ്പം എനിക്കൊരു സമാധാനമുണ്ട്, എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ കൃപാസനത്തിൻ്റെ വസ്തുക്കൾ ഞങ്ങൾ ഉടനീളം ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പിന്നെ NICUയിലായിരുന്ന സമയത്താണെങ്കിലും കുഞ്ഞിന് ഞങ്ങൾ കൃപാസനത്തിൻ്റെ കാശുരൂപവും പിന്നെ ഇച്ചിരി എണ്ണയും എല്ലാ ദിവസവും കൊണ്ട് കൊച്ചിനെ തേപ്പിക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾ ഇവളുടെ മുഖം കാണുന്നത് ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞപ്പോഴാണ്. കാരണം കൊച്ച് വെൻറ്റിലേറ്ററിൽ തന്നെയായിരുന്നു, വെൻറ്റിലേറ്ററിലെ ഹൈ മോഡിൽ തന്നെ. കാരണം അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ശരിക്കും റെസ്പിറേഷൻ എടുക്കാൻ വേണ്ടി. അവൾ നല്ല ക്രിട്ടിക്കലായിരുന്നു. എപ്പോഴും ഡോക്ടേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറയും, ഞങ്ങൾ ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ശരിക്കും കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു, പേരൻസായി നിങ്ങളെ ഫേസ് ചെയ്യാനായിരുന്നു ഞങ്ങൾക്ക് പ്രശ്നം. കാരണം ഞങ്ങൾ 0-യിലല്ല, നെഗറ്റീവ് എന്ന 0-യിൽ നിന്ന് താഴെയായിരുന്നു. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് വിസയില്ല, ജോലിയില്ല, ഒന്നുമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കുഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ശരിക്കും ഞങ്ങൾ 5 വർഷം ബഹ്റൈനിൽ നിന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിക്കുമായിരുന്നു ഞങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാകത്തില്ലായിരുന്നു. ഞങ്ങൾ അതിനുശേഷം ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോയെങ്കിലും അവസാനം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, മിലിറ്ററി ഹോസ്പിറ്റൽ, ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു 4.5 മാസത്തോളം നിങ്ങൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം നെക്സ്റ്റ് കടമ്പാന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇഷ്യൂ വരും. ഭയങ്കര ഫിനാൻഷ്യലി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. NICUയിലെ ചാർജ്, അത് നമ്മുടെ നാട്ടിലെ ഒരു പേയ്മെൻറ്റ് ഒരു റേറ്റ് അല്ല അവിടുത്തേത്. അപ്പം പക്ഷേ എനിക്കവിടെ ജോലിയുണ്ട്, എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇവരാണെങ്കിൽ ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ എൻ്റെ ജോലി ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്ത് നിൽക്കാം. അതിനുശേഷം ഹോസ്പിറ്റലിൻ്റെ HR സംസാരിച്ചു. ഈ മിലിറ്ററി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് HR ചെന്നിട്ടും കാര്യമില്ല, അവിടുന്ന് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോകണം. അവിടുന്ന് റിപ്ലൈ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരുപാട് പ്രോസസ്സിങ് ഡിലേ ആണ് എല്ലാ കാര്യത്തിലും.
അങ്ങനെ കുഞ്ഞ് NICUവിൽ അഡ്മിറ്റായി ഞങ്ങളിങ്ങനെ നടക്കുന്നു. ശരിക്കും ഞങ്ങൾ എന്തുവാ മെൻ്റലി വെരി ഷോക്ക്. ഇത് ഡെഡ് ലൈൻ ഓഫ് അവർ ലൈഫ് എന്ന് ഞങ്ങൾക്ക് വേണേൽ പറയാൻ പറ്റും. എന്നിട്ട് അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞു, ടിനു അത് ഓർത്തൊന്നും ടെൻഷൻ ആവേണ്ട, കുഞ്ഞിപ്പം എന്തായാലും കുഞ്ഞിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക എന്ന് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അതിനുശേഷം 45 ദിവസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ അവർ എന്നോട് പറഞ്ഞു, ടിനു ജോലിക്ക് തിരിച്ച് കയറുവാണെങ്കിൽ കയറിക്കോ, കുഞ്ഞ് NICU തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് ഒരുപാട് ഞങ്ങൾ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഞങ്ങളുടെ ചങ്ക് പൊടിയുന്ന കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. കൊച്ച് അത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് NICU ആകെ ഇവളുണ്ടായപ്പോൾ 770 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ്റെ അടുത്ത്. ശരിക്കും മാതാവിൻ്റെ പിന്നെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ NICUവിലെ എല്ലാ ആൾക്കാരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു വരാം. അത് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്ങാണ് ഞാൻ കാണുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ചുറ്റും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. മിക്കപ്പോഴും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പേപ്പർ പ്രിൻ്റ് എടുത്ത് വെക്കുന്നതിന് മുമ്പ് ഓരോ പിള്ളേർ കൃപാസനത്തിൻ്റെ പത്രവും കൊച്ചിൻ്റെ അടുത്ത് വന്ന് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഓരോരുത്തർ ചെല്ലുമായിരുന്നു. ഒത്തിരി ആൾക്കാരുടെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി November 12th. അങ്ങനെ November 12th എനിക്ക് ഏറ്റവും വലിയ മിറാക്കിളാണ് ബേബി എൻ്റെ കയ്യിലോട്ട് കിട്ടി. അത് ഏറ്റവും വലിയ മിറാക്കിളാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ നിന്നൊന്നും തീരുന്നില്ല. ബേബീനെ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോയി. അതിനുശേഷം ഇവള് പ്രീ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തു. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ടൈമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇവൾക്ക് ഇൻഫ്ലുവൻസ കയറി പിടിച്ചു. അങ്ങനെ അവൾ വീണ്ടും റീഅഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും എമർജൻസിയിൽ നിന്ന് വീണ്ടും PICUലോട്ട് അഡ്മിറ്റായി. ശരിക്കും പറഞ്ഞാൽ ഈ NICU 102 ദിവസം കൊച്ചു കിടന്നു. പക്ഷേ ആ 102 ദിവസം കണ്ടതിലും ഭയങ്കര കഷ്ടമുള്ള കാഴ്ചയായിരുന്നു ഞങ്ങൾ 1 മാസം PIC കിടന്നത്. ശരിക്കും ഡോക്ടേഴ്സിനൊന്നും ഒരു ഹോപ്പും ഞങ്ങളുടെ അടുത്ത് പറയാനില്ലായിരുന്നു. കാരണം അത്ര കുഞ്ഞ് നല്ല സിക്കായിരുന്നു. അതിനുശേഷം വെൻറ്റിലേറ്ററിൽ ഏറ്റവും ഹൈ മോഡ് HFOV വിത്ത് നൈട്രസ് ഓക്സൈഡ് എന്ന് വെച്ചാൽ വെൻറ്റിലേറ്ററിൻ്റെ ഏറ്റവും ടോപ്പ് മോഡാണ്. ആ മോഡലായിരുന്നു എൻ്റെ കുഞ്ഞ് കിടന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്തൊന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം നെഞ്ച് മരവിച്ച അവസ്ഥ. കാരണം നമ്മുടെ കാര്യം നോക്കാൻ സത്യം പറഞ്ഞാൽ പേരൻസ് ആരുമില്ല കൂടെ, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പം ഡോക്ടേഴ്സിന് എന്തെങ്കിലും നമ്മുടെ അടുത്ത് പറയണമെങ്കിലും എല്ലാം ഫേസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ. അങ്ങനെ ഞങ്ങൾ NICUവിൽ വീണ്ടും PIC കുഞ്ഞ് അഡ്മിറ്റായി. ശരിക്കും PICൻ്റെ പുറത്ത് നിന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ നിന്നോട് ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നു. ഇന്നിപ്പോൾ November 27, December 25 നിൻ്റെ തിരുക്കുമാരൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം. നീ ഇപ്പം കാൽവരി കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എന്താ ചോദിക്കേണ്ടത്, എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നീ എൻ്റെ കൂടെ വരണം. എനിക്ക് പിന്നെ പ്രാർത്ഥിക്കാനേ പറ്റിയിട്ടില്ല. പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് December 25 നാട്ടിൽ കറക്റ്റ് പാതിര കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ഈ കുഞ്ഞ് എൻ്റെ കയ്യിലോട്ട് വന്നു. ശരിക്കും അത് വലിയൊരു മിറാക്കിളാണ്. കാരണം നൈട്രോസ് ഓക്സൈഡിൽ നിന്ന് കുഞ്ഞിനെ വീൻ ഓഫ് ചെയ്ത് അതിനുശേഷം കുഞ്ഞിന് ന്യൂമോത്തറാക്സ് വന്നു. ICD 2 സൈഡിൽ കൂടി ഇട്ടു. സെൻട്രൽ ലൈൻ ഇട്ട് കുഞ്ഞിൻ്റെ മുഖം പോലും നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുപോലെ കൊച്ച് ഹൈ സെഡേഷനിലിട്ട് കൊച്ചിനെ അനക്കാതിട്ട് ഒരമ്മയ്ക്കും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഈ കുഞ്ഞ്. ശരിക്കും അന്ന് PICU ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഷീസ് ഒരു മിറാക്കിൾ എന്നല്ല പറയണ്ടേ, ഇവൾ അതിലും വലിയ മിറാക്കിളാണ്. നിങ്ങളുടെ എന്തോ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഈ കൊച്ചിന്ന് ഇങ്ങനെ വേറെ ഒരു കുഴപ്പമില്ലാതെ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ ഈ കുഞ്ഞിനെ പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇന്നും എൻ്റെ ഒരു ബ്ലെസ്ഡ് ഡേ ആണ്. ശരിക്കും ഞാൻ ഇന്ന് ഇവിടെ വരുമെന്നോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം കുഞ്ഞ് ജനിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ ലീവൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ എൻ്റെ ആനുവൽ ലീവ് ഒന്നും എനിക്ക് വരാൻ പറ്റുമെന്ന് ഒട്ടും ഉറപ്പില്ലായിരുന്നു. പക്ഷേ അതും ഞാൻ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. അതോടൊപ്പം കൃപാസനത്തിലെ നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞ് എവിടെ പോയാലും അവിടെ ദേഹത്തിങ്ങനെ ഞങ്ങളുടെ ദേഹത്ത് വരച്ചിട്ടേ ഞങ്ങൾ എവിടെയും അവളെ ഇറക്കാറുള്ളൂ. പിന്നെ അത് ഒരുപാട് കുഞ്ഞു കോംപ്ലിക്കേഷൻസ് അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവൾ പെർഫെക്റ്റ്ലി ഹെൽത്തിയാണ്. അവൾക്ക് ഒരു കുഴപ്പമില്ല. ഫോളോ അപ്പുകൾ എല്ലാത്തിലും അവൾ നോർമലാണ്. എപ്പോഴും അപ്പോയിൻമെൻറ്റ് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയും, കാരണം അവർ കണ്ടതാണ് കുഞ്ഞിൻ്റെ അവസ്ഥ. ഇവളെന്തോ ഒരു ബിഗ് മിറാക്കിളാണെന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോഴും പറയുന്നത്.
എന്തായാലും ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരുപാട് നന്ദി. ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് പറയാനില്ല. കാരണം എനിക്ക് എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും എനിക്ക് മാതാവിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും എൻ്റെ സീറോയിൽ സീറോയിൽ നിന്ന് താഴെ നെഗറ്റീവിലേക്കിട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് മാതാവ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ശരിക്കും എൻ്റെ ജീവിതത്തിൽ മാതാവ് തൊട്ടു. ശരിക്കും വലിയ മിറാക്കിളാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നടക്കും. ഏറ്റവും വലിയ എക്സാമ്പിളാണ് എൻ്റെ കുഞ്ഞ്. ഇനി എനിക്ക് എൻ്റെ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയാൻ എൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ കുഞ്ഞ്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കും. പിന്നെ കൃപാസന പത്രം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. അതോടൊപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കൂടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ തിരിച്ച് കോൺട്രാക്റ്റ് ചെയ്ത് കയറി കഴിഞ്ഞ സമയത്ത് എനിക്ക് 6-7 മാസത്തോളം സാലറി ഇഷ്യൂ ഉണ്ടായിരുന്നു. സാലറി എനിക്ക് കയറുന്നില്ലായിരുന്നു. ഒരു വിദേശ രാജ്യത്ത് താമസിക്കുമ്പോൾ 6-7 മാസം സാലറി ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഓൺലൈൻ വഴി HR ചെല്ലുമ്പം അവർ പറയും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളതെന്ന് പറയും. പക്ഷേ അങ്ങനെ ഞാൻ ഒരുപാട് 6-7 മാസം നടന്നു. പക്ഷേ അവിടുത്തെ പ്രോസസ്സിംഗ് ഒക്കെ അങ്ങനെയാണ്. മിലിറ്ററി ഹോസ്പിറ്റലിൽ കുറേ നിയമങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. എനിവേ ഞാൻ കൃപാസനത്തിന് ഉപ്പും കാശുരൂപവും പോക്കറ്റ് വെച്ചിട്ട് പോയി. ഞാൻ ചോദിച്ചു കഴിഞ്ഞ് പിറ്റത്തെ മാസം എനിക്ക് 6 മാസത്തെ സാലറി ഒരുമിച്ച് കിട്ടി. ഇതൊക്കെയാണ് എൻ്റെ അമ്മ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ച ഉറപ്പായിട്ടും കിട്ടും. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങളുടെ ഈ കുഞ്ഞ്.